എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. എൻ്റെ പേര് ജാസ്മിൻ, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പിന്നെ നമ്മുടെ പിങ്ക് ജോബിന്റെ നമ്മുടെ പിങ്ക് ജോബിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എന്താണ് പിങ്ക് ജോബ് എന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ? അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സിനോർ എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന, കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ നാപ്കിൻ ബ്രാൻഡാണ് ഫെയർവിങ്സ്. ഈ ഫെയർവിങ്സ് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ വിംബിൾ അക്കാഡമി ഫൗണ്ടറും മാസ്റ്റർ ട്രെയിനറും സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ കൗൺസിലറും ആയ നമ്മുടെ ഫൈസൽ CS ആണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ നെബില മാം ആണ്. ഇവിടെ ഞാൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എസ്പെഷ്യലി ഞാൻ ടീച്ചിങ് ആണ് എൻ്റെ ഏരിയ. പ്രത്യേകിച്ചും കൊച്ചു മക്കളെ പഠിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഫൈസൽ സാർ എനിക്ക് ഈ ഒരു മേഖല എനിക്ക് ചൂസ് ചെയ്ത് തന്നത്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സാറിന് താങ്ക്സ് പറയുന്നു. പിന്നെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫെയർവിങ്സിന്റെ നാപ്കിൻ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതുപോലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരെ മെന്റലി ഫിസിക്കലി കുറച്ച് വീക്ക് ആയിട്ടുള്ളവരാണ് നമ്മൾ സ്ത്രീകളൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ക്യാഷ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ശാക്തീകരിക്കപ്പെടുന്നില്ല. നമുക്ക് മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി നമുക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നാൽ നമ്മൾ എല്ലാ രീതിയിലും ഒരു ഏബിൾ ആയാൽ മാത്രമേ, ഒരു എബിലിറ്റി കൈവന്നാൽ മാത്രമേ നമ്മൾ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. സാധാരണ വീട്ടമ്മമാർ, ഒരുപാട് കഴിവുകളുള്ള വീട്ടമ്മമാരുണ്ട്, സെയിൽസിലായാലും ടീച്ചിങ്ങിലായാലും ഒക്കെ. പക്ഷെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്താനാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഞാൻ മാമിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മുംതാസ് എന്നാണ് മാമിന്റെ പേര്. ബാക്കി ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ സർപ്രൈസ് ആണ്, മാം പറയും. മാമിനെ ഞാൻ പിങ്ക് ജോബിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെ ഹൃദ്യതയോടുകൂടി ഞാൻ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. മാം പ്ലീസ് വെൽക്കം. മൈക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും വിശ്വസിക്കുന്നു. ഇത് 1 മണിക്കൂർ മുന്നേ എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്. കാരണം സെൽഫ് ലവ് എന്ന് കേട്ടപ്പോൾ അതിലേക്ക് എടുത്തു ചാടിയതാണ്. കാരണം അത്രമാത്രം ടെൻഷനുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരെയും ഉരുൾപൊട്ടലിന്റെ കീഴിൽ. അപ്പം അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പെട്ടെന്നൊരു ചാൻസ് കിട്ടിയപ്പം അതിലേക്ക് എടുത്തു ചാടി ഞാൻ യെസ് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പരിഹരിക്കുക. അതില് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡന്റ് ആണ്. കാരണം സെൽഫ് കോൺഫിഡന്റ് ആണ് നമുക്ക് ഏറ്റവും എല്ലാവർക്കും വേണ്ടത്. ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല സെൽഫ് കോൺഫിഡന്റ് ഇല്ലാതിരുന്നാൽ. കാരണം സെൽഫ് കോൺഫിഡന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാനും പെട്ടെന്ന് യെസ് പറയാനൊക്കെ എനിക്ക് ശക്തി കിട്ടിയത്. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം, കാരണം എനിക്ക് അതിനുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം സെൽഫ് ലവ് അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആത്മവിശ്വാസം ഇല്ലാതിരുന്ന നമുക്ക് എല്ലാം നഷ്ടപ്പെടും. അതിനൊരു ഉദാഹരണം പറയാം. കാരണം ഞാനൊരു മോട്ടിവേറ്റർ ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാൻ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ഏപ്രിൽ മെയിൽ ലീവ് ആയിരുന്നല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല, നമുക്ക് ആൾക്കാരെ എങ്ങനെ ഇതാ ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ. ആ സമയത്ത് പിന്നെ ജൂൺ മാസത്തില് സ്കൂൾ തുറന്ന അന്ന് മോനെ 1ാം ക്ലാസ് ചേർത്താൻ പോവാണ്ട്.
ആ സമയത്ത് അവിടുന്ന് പേരന്റ് ക്ലാസ് എടുത്ത സമയത്ത് അതിനുശേഷം സാറ് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു, എനിക്ക് എന്റെ മക്കൾക്ക് ഭയങ്കര വാശിയാണ്, ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല, മൊബൈൽ അഡിക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കിട്ടിയ ചാൻസ് അല്ല, ഞാൻ എണീറ്റു. പക്ഷെ എനിക്കെന്ത് പറയണമെന്നില്ല. പക്ഷെ മൈക്ക് വാങ്ങിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മക്കൾക്കല്ല പ്രശ്നം, പാരന്റ്സിനാണ്. ഞാനൊരു പാരന്റിങ് ക്ലാസ് ജോയിൻ ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരിക്കലും മക്കളല്ല പ്രശ്നം, നമ്മുടെ വാശി മാറ്റിയാൽ തീർച്ചയായിട്ടും മക്കളെ വാശി മാറും എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് A+ കിട്ടുന്നു, പക്ഷെ അത് സർട്ടിഫിക്കറ്റിന് മാത്രമാണ്. പക്ഷെ പഠിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിലൂടെ കിട്ടുന്ന A+ ആണ് ഏറ്റവും നല്ല A+. പക്ഷെ ആ സമയത്ത് ബാക്കിൽ നിന്ന് എല്ലാവരും കൈയടിക്കുന്ന അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത്രമാത്രം എല്ലാവരും കൈയടിച്ച സമയത്താണ് ഇത്രമാത്രം ജനങ്ങൾ എന്റെ ബാക്കിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നമ്മളിങ്ങനെ സംസാരിക്കണ ഈ ഓൺലൈനിൽ മാത്രം, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഓണാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര, കാരണം ഇപ്പൊ നമ്മൾ രണ്ടാളെ അതേ രീതിയിലാണ് ഞാൻ അവിടെയും എന്റെ ബാക്കിലുള്ള ആളുകളൊന്നും കൈയടി കണ്ടില്ല. പിന്നെ എണീറ്റ് നിങ്ങൾ ഓടുന്ന പാരന്റിങ് ക്ലാസ് ഒക്കെ കേട്ടെന്ന് പല ചോദിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം ജനങ്ങളുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കോൺഫിഡന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ കോൺഫിഡന്റ് ആണ് നമുക്ക് എല്ലായിടത്തും നമുക്ക് വേണ്ടത്. ഏതൊരാൾക്കും കോൺഫിഡന്റ് എന്തായാലും നമുക്ക് എല്ലാം നേടിയെടുക്കാം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്ന ഒരവസ്ഥ. കാരണം നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല, പക്ഷെ ഇല്ലാത്തതിനെ കുറിച്ചാണ് ഏത് സമയത്തും നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉരുൾപൊട്ടലുണ്ടല്ലേ, അത്രമാത്രം എത്രമാത്രം നമുക്ക് അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. കാരണം ഒരു രാത്രി പോലും നമ്മൾ സേഫ്റ്റി അല്ല, നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ്. നമ്മളെ വിരിപ്പിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അറിയുന്നില്ല, നേരം വിട്ട് നമ്മളെല്ലാ ക്ഷീണവും മാറി നമുക്ക് എണീറ്റ് പോകാം. നമ്മുടെ ടൈം ടേബിൾ, മക്കൾ, നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഏത് സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകാനുള്ളവരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം മനുഷ്യർ അത്രമാത്രം അശക്തരാണ്. കാരണം ആ രാത്രി സമയത്ത് 1 മണി സമയത്ത് ഇത്രമാത്രം ഭീകരതയിലെ വെള്ളം വന്നിട്ട് നമുക്കൊരു ശക്തി ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് ലൈറ്റ് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റില്ല? അത് രാത്രിയല്ല, ഇവരൊക്കെ ഒന്ന് കണ്ണ് കണ്ടോട്ടെ. അപ്പൊ നമ്മൾ അത്രമാത്രം അശക്തരാണ്, നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്, നമുക്ക് ഒരു കഴിവുമില്ല. നമ്മൾ സ്നേഹത്തോടെ ചെയ്യും. കാരണം കേരളക്കരയുടെ ആ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞത്, എത്രമാത്രം സ്നേഹം. കാരണം അതിനൊരു വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ വേണ്ടി വന്നു ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ. അതുവരെ നമ്മൾ പരസ്പരം പാർട്ടിയുടെ പേരിലും പല രീതിയിലും നമ്മൾ വിദ്വേഷം പ്രകടിപ്പിക്കുകയൊക്കെ. പക്ഷെ അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. നീ ഏത് ജാതിക്കാരൻ അല്ലെങ്കിൽ നീ ഏത് പാർട്ടിക്കാരനെന്ന് നമ്മൾ ചോദിക്കണല്ലോ. മനുഷ്യരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരേ കണ്ണുനീരും രക്തത്തിന് ഒരേ കളറാണെന്നുള്ള ഒരു ചിന്ത എല്ലാവരും മനസ്സിലാവും. അത് ഏത് ജാതിയൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. കാരണം നമ്മൾ വാർത്തയില് അതിനെക്കുറിച്ച് എപ്പോഴും കാണുകയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച്, അത് നമുക്കൊരു സെൽഫ് ലവിന്റെ ഏറ്റവും, കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നിലനിർത്താൻ കഴിയണം. നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. എന്നെ സംബന്ധിച്ചോളം 20 വർഷമായിട്ട് ഹൗസ് വൈഫാണെന്ന്. പക്ഷെ ജീവിതം എന്താണെന്ന് പഠിച്ചത് ഇപ്പം നമുക്ക് കൊറോണ വന്നതിന് ശേഷമാണ്. കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമാണ്. പല നഷ്ടങ്ങളും ഇതിന്റെ ബാക്കിലുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത് ഇപ്പോഴുള്ള അവസ്ഥയിൽ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയത് ഈ കൊറോണ വന്നതിന് ശേഷം എത്രമാത്രം നമുക്ക് പറ്റിയത്. അപ്പൊ എല്ലാത്തിനും പിന്നിൽ കാരണം ഉണ്ടാകുമെന്നും അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കരുത്. നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥ എന്താ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാം. കഴിഞ്ഞത് ഏതായാലും നമുക്ക് കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും നമുക്ക് അതാണ് നമുക്ക്, അതുപോലെ വരാനുള്ളതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മുടെ വീട് അവിടുത്തെ അവസ്ഥകളൊക്കെ അല്ല, വല്ലാത്ത അവസ്ഥയില്ല, വീടൊന്നുമില്ല, എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മളെല്ലാവരും വന്നത് ഒറ്റക്കാണ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പോകുന്നതും ഒറ്റക്കാണ്. അതുപോലെ നമുക്ക് നമ്മുടേതായിട്ട് പറയാൻ ഒന്നുമില്ല. മനുഷ്യര് പല വ്യത്യസ്ത ജാതിക്കാരൻ, വ്യത്യസ്ത സ്വഭാവക്കാരൻ, എല്ലാവരുടെ മനസ്സിൽ ഒരേ ചിന്തകൾ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കണം. പക്ഷെ അത് ആഗ്രഹിക്കേണ്ടത് നമ്മളാണ്. കാരണം എന്റെ വിജയവും പരാജയവും തീരുമാനിക്കേണ്ടത് ഞാൻ, മറ്റുള്ളവരല്ല. എനിക്ക് ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത് എനിക്ക് കഴിയും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിതിന് സാധിക്കില്ല. കാരണം നമ്മുടെ ശത്രു നമ്മൾ മാത്രമാണ്, മറ്റൊരാളും അല്ല. അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്ത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അങ്ങനൊന്നും അല്ല. നമ്മൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം. അതിന് എന്നെ കുറിച്ച് എനിക്കൊരു ബോധമാണ്, ഞാൻ ആരാണ്, എനിക്ക് എന്റെ കഴിവ് എന്താണെന്ന്. ജനങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തർ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മുടെ കഴിവ് നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് നമ്മൾ ഹൗസ് വൈഫ് ആകുമ്പോൾ നമ്മുടെ ജോലികൾ മാത്രം അതല്ല, അതിനു വേണ്ടി നമുക്ക് സന്തോഷിക്കാനും അതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ട് ചിന്തിക്കുക. എല്ലാ കാര്യം പോസിറ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് സെൽഫ് ലവിന് വേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവ് ആയി മാത്രം ചിന്തിക്കുക. നമുക്ക് അതിനൊരു ഉദാഹരണത്തിലൂടെ പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവും. 2 ആളുകള് ബിസിനസ് നടത്തിയ സമയത്ത്
ആ ബിസിനസ് തകർന്നപ്പോ ഒരാൾ പറഞ്ഞു അത് എനിക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല, കാരണം അതിന് മാത്രം നഷ്ടം എനിക്ക് സംഭവിച്ചു, ഇനി ഒരിക്കലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അയാൾ സൂയിസൈഡ് ചെയ്തു. പക്ഷെ മറ്റയാൾ അതിനെക്കുറിച്ച് ജീവിച്ചു. എന്തുകൊണ്ട് എന്റെ ബിസിനസ് തകരാൻ, എന്താണ് ഇതിന് കാരണം, ഇനി എനിക്ക് മുന്നോട്ട് പോകാം, ഇതിനെക്കുറിച്ച് എനിക്ക് പഠിക്കണം, എന്നിട്ട് ഇതിനേക്കാളും മുന്നേറാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ ഇയാള് പുറത്തിറങ്ങി ടെൻഷനൊക്കെ മാറാന്നുള്ള ഉദ്ദേശത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് പ്രകൃതിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട് കണ്ടു. ആ വീട്ടിൽ ചെറിയൊരു കൊച്ചു വീടാണ്. ആ വീട്ടില് അവരുടെ ഫാമിലി, ഹസ്ബൻഡ്, വൈഫും, മക്കൾ വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇയാൾ കണ്ടു. ഇയാൾ ശ്രദ്ധ അങ്ങോട്ട് തിരി, കാരണം എന്റെ വലിയതായിട്ടുള്ള വീട്, എന്റെ വീട്, ഇങ്ങോട്ട് എന്തിന് ഞാൻ ഇങ്ങനെ ടെൻഷൻ ആയിട്ട്, ഈ കൊച്ചു വീട്ടിൽ ഇവര് ഇത്രമാത്രം സന്തോഷത്തോടെ കഴിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. ഇയാൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. ആ ബിസിനസ്സിനേക്കാളും വലിയ ബിസിനസ്സായി വൻ വിജയം ഇയാൾ കണ്ടത്. കാരണം ഇയാളെ ചിന്തയാണ്, നമ്മുടെ ചിന്തയാണ് നമുക്ക് എല്ലായിടത്തും എല്ലാം നേടാനും നഷ്ടപ്പെടാനും ഉള്ളത്. അതുപോലെയാണ് സെൽഫ് ലവ്. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു സ്നേഹം, നമ്മൾ ആരാണെന്നും നമ്മളെക്കുറിച്ച് സ്നേഹത്തോടെ നമ്മൾ പെരുമാറും. അതിന് ഒരു 10 ടിപ്സ് ഞാൻ പറയാം. സെൽഫ് അവയർനെസ്, നമ്മളെ കുറിച്ച് ബോധവാന്മാരായിരിക്കും. നമുക്ക് എന്തെല്ലാം കഴിവുണ്ട്, നമുക്ക് എന്തെല്ലാം കഴിവില്ല. കാരണം നമുക്ക് ഒരാൾക്കുള്ള കഴിവാവില്ല മറ്റുള്ളവർക്ക്. എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവില്ല, പക്ഷെ എനിക്ക് എഴുതാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുപോലെയാണ് എല്ലാവർക്കും ഓരോ വ്യത്യസ്ത, ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവും. അതുപോലെ നോട്ട് ടു കമ്പയർ ടു അതർ, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഇതുണ്ടല്ലോ, അങ്ങനെ ഒന്നും നമ്മൾ പറയരുത്. നമുക്ക് എന്താ കഴിവ്, നമ്മൾ അതിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ സന്തോഷവും ദുഃഖവും അറിയാൻ നമ്മളെക്കാളും മറ്റൊരാളില്ല. നമുക്കാണ് എല്ലാത്തിനും നമുക്ക് കഴിവുള്ളത്. അതുപോലെ നമ്മൾ കണ്ണാടി ചെന്ന് നമ്മളോട് സംസാരിക്കാം. കാരണം എനിക്ക് എന്നെ കുറിച്ച്, എനിക്ക് എന്റെ ഭംഗിയെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിക്കുക. എനിക്ക് ഇന്ന കഴിവുണ്ട്, അപ്പൊ നമ്മൾ അതിന് പകരം ഞാൻ കണ്ണാടിയിൽ നിന്ന് എനിക്കൊരു കഴിവില്ല, എന്നെ ഒരു ഭംഗിയില്ല, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ മൈൻഡിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാണുന്നതെല്ലാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഭംഗിയില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയിലാവും എല്ലാവരും കഴിയുക. അപ്പൊ നമ്മൾ നമ്മളായി ജീവിക്കാൻ പഠിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും ജീവിക്കാനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും നല്ലത് മാത്രം സംസാരിക്കുക. നെഗറ്റീവ് വരുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ നല്ലത് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നവരൊക്കെ നമുക്ക് നല്ലതാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഇടയിലൊക്കെ നമ്മൾ പറയും, ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് കണ്ടില്ല അവർ അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ അവർക്ക് കഷ്ടപ്പെട്ടത് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കരുത്. നമ്മൾ നല്ലൊരു രീതിയിൽ സംസാരിക്കാം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം, നമ്മൾ അഭിമാനിക്കുക. ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ എഴുതാൻ സാധിച്ചല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം നമ്മളെ സ്നേഹിക്കാൻ മറ്റൊരാളുമില്ല. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് വരുന്നത്, അല്ലെ? കാരണം നമ്മൾ എല്ലാവരുടെ ഇടയിൽ നിന്ന് നമ്മൾ പറയും, ഞാൻ അവരെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും അവർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാര്യത്തിനും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ അവർക്കൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവരിങ്ങോട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് അവർ തരാത്തത്, ആ ഒരു ചിന്തയിലൂടെ ആയിരിക്കും നമ്മൾ ജീവിതം മുന്നോട്ട് പോകുക. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഫാൾട്ട് മാത്രം ഉണ്ടാവും. അതുപോലെ നമ്മളായിക്കൊണ്ട് ജീവിക്കാം. അതുപോലെ നമുക്ക് സന്തോഷം കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടും. അതുപോലെ ചിലർക്ക് മിഠായി വാങ്ങി തിന്നാൻ ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്ത്, അത് കുറച്ച് കഴിയല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ എനിക്കിഷ്ടം പ്രകൃതിയിൽ ഇറങ്ങി നടക്കാന്, അല്ലാത്ത ഇഷ്ടം ആ കിളികളെ സൗണ്ടുകളും ഒക്കെ കേൾക്കും. അതുപോലെ സൈലന്റ് ആയിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മളെ കുറിച്ച് ഞാൻ വിജയിയാണെന്ന് നമ്മൾ പറയാ. അതുപോലെ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല, അങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമ്മളെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ എന്താണ് അവര് വിചാരിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പം അടുത്ത വർഷത്തിനുള്ളത് ഇപ്പോഴേ നമ്മൾ സമ്പാദിച്ചിട്ട് ഇനി ഏത് അവസ്ഥയിലാക്കും എന്നെ പോക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക, അങ്ങനെ ഒരു ചിന്തയിൽ നടക്കരുത്. അതുപോലെ നമുക്ക് നന്നായി ഉറങ്ങുക. ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായി ഉറങ്ങുക. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ
ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പറയും മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹസ്സിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. കാരണം നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും നമുക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത്. അത് നമുക്ക് ടെൻഷന് കുറെ, കാരണം ഇന്ന് ഡിപ്രഷൻ എല്ലാത്തിനും കാരണം നമ്മുടെ ചിന്തകളാണ്. അവര് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തിട്ട് അവര് എന്നോട് ഈ രീതിയിലാണല്ലോ പെരുമാറുക. അതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ, ഇനി മക്കളെ കാര്യത്തിലായാലും ഹസ്ബൻഡിന്റെ കാര്യത്തിലായാലും. പക്ഷെ ഇതിനു പകരം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്കായിട്ട് ഒന്ന് ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ ഒരു സമയം, അല്ലെങ്കിൽ നമ്മോട് സെൽഫ് ടോക്ക് അല്ല, നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സംസാരിക്കുക. നമുക്ക് ഇന്ന കഴിവുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യണം, അങ്ങനത്തെ ഓരോ ചിന്തകള് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അതുപോലെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുക, അതൊക്കെ സെൽഫ് ലവിന്റെ ഭാഗമാണ്. നമുക്ക് നമ്മളെ കണ്ടെത്താൻ, നമ്മളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് കണ്ടെത്തുന്നത്. എക്സസൈസ് ചെയ്യുക, അത് മെഡിറ്റേഷന്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, അതുപോലെ ചിലർക്ക് നടത്തം, ഇതൊക്കെ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സെൽഫ് ലവ് അധികം, നമുക്കൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ഫ്രീ ആകുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷന്. അതുപോലെ നമ്മൾ വേവലാതിപ്പെടാതെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കി നമ്മുടെ സമയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പം നമ്മളെ കഴിവ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമ്മുടെ കഴിവെല്ലാം നമ്മൾ എന്താണെന്ന് കണ്ടെത്തുക. അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട്. ഞാനൊക്കെ എഴുതാറുണ്ട്, ജേണൽ എഴുതാറുണ്ട്. കാരണം അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമാണ് നമ്മൾ എഴുതുക. അപ്പൊ പോസിറ്റീവായിട്ടുള്ള എഴുതുന്ന കാര്യത്തിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും ഓരോ ദിവസം. അപ്പൊ നെഗറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിലോട്ട് അത് അത്ര പ്രശ്നം വരില്ല. കാരണം അവരുടെ രീതിയിൽ, എനിക്ക് എന്റെ രീതിയിൽ, അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് അത് മാത്രമേ വരുള്ളൂ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എഴുതുമ്പം പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക ഇതിൽ എന്തൊക്കെ ഞാൻ എഴുതിയത്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് എപ്പോഴും, അതുപോലെ റിലേഷൻഷിപ്പിൽ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് നമുക്ക് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മളെ കുറിച്ച് എപ്പോഴും പരാതിയും പരിഭവങ്ങളും, തീർച്ചയായിട്ടും നമുക്ക് റിലേഷൻ എല്ലാത്തിനും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്ക് അതേ രീതിയിലാണ് നമ്മൾ കണ്ടെത്തുക. അപ്പം നമ്മളെ സ്നേഹിച്ച് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക. നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ളവരെയും നമ്മളെ ചുറ്റുപാടും പ്രകൃതിയും ഒക്കെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാവും. അല്ലാതിരുന്നാൽ നമുക്ക് എല്ലാം പരാതിയാവും. എന്ത് കണ്ടാലും ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോ എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് പരിഭവങ്ങളും പരാതികളും മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മളെ റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളായി സ്നേഹിച്ച് നമ്മളായി ജീവിക്കുക. അപ്പൊ റിലേഷൻഷിപ്പിലും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടും ജീവിക്കാൻ പഠിക്കും. അതിനെല്ലാം നമ്മൾ അവനവനെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ ലോകത്തെ എല്ലാ രീതിയിലും നമുക്ക് സെൽഫ് ലവ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മാത്രം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ ചുറ്റുപാടിലെ എല്ലാവരുടെയും നമുക്ക് നമ്മളെ മക്കളെ സ്നേഹിക്കണം, എല്ലാത്തിനും നമുക്ക് അതൊരു കാരണമാകും. പിന്നെ സമയം നോക്കില്ല, ടൈമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പം പിന്നെ എന്തെങ്കിലും മിഠായികളോ അതൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കും, നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുക. നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ജീവിക്കുക. കാരണം നമ്മളെല്ലാവരും മനുഷ്യർ, നമ്മൾ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ആ തെറ്റിനെ നമ്മൾ തെറ്റായി അംഗീകരിച്ചിട്ട് നമ്മൾ അതിൽ ശരി കണ്ടെത്തുക. അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ സമയം ഫുള്ള് നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നമുക്ക് ഉരുൾപൊട്ടൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വല്ലാത്ത ഷോക്കേറ്റ അവസ്ഥയാണ്. ആ ഷോക്കേറ്റ അവസ്ഥയിൽ നമ്മളെ മൈൻഡിനെ നമ്മൾ പാകപ്പെടുത്തി ഇരിക്കുകയാണ് വേണ്ടത്. കാരണം അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവർക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അവർക്ക് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുക. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്
കാരണം നമ്മൾ അഹങ്കാരികളോ അല്ലെങ്കിൽ വലിയ ആളുകളാണെന്ന് ധാരണ ആർക്കും വേണ്ട. നമ്മളെ സ്നേഹിച്ച് ചുറ്റുപാടുകളിലെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനും തയ്യാറാകുക. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഫീഡ്ബാക്ക്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെൽഫ് ലവിനെ കുറിച്ച് ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. എല്ലാവരും സെൽഫ് ലവ് ഉള്ളവരാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മാമിന്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണണം. എന്തായാലും മാം പറഞ്ഞു അടിപൊളി ക്ലാസ് ആണ്. തുടങ്ങിയപ്പോ പിന്നെ അങ്ങനെ പറഞ്ഞ ആ സൗണ്ടിന്റെ ടോണ്, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് ആദ്യമേ അവർ പറഞ്ഞു ഞാനൊരു വീട്ടമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത്? അവരെ കുറിച്ചുള്ള ഉത്തമമായ ഒരു ബോധ്യം അവർക്കുണ്ട്, ഞാൻ ആരാണ് എന്നുള്ളത്. അപ്പൊ അതാണ് യഥാർത്ഥ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊറോണ ടൈമിലാണ് പലർക്കും പല ബോധോദയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്, ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അപ്പോ ഒന്ന് സംഭവിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഹയറായിട്ട് വരും. പലരും ചിലര് അതോടുകൂടി ലൈഫ് മൊത്തത്തിൽ പോയവരുണ്ട്, ചിലര് കയറി വന്നവരുണ്ട്. അപ്പൊ നന്മയും തിന്മയും ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരും, നന്മയും തിന്മയും ഒക്കെ വരും. അപ്പൊ ആ തിന്മയിൽ പോലെ നമ്മളുടെ നല്ലതിനെ മാത്രം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തുന്നവർ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ മാം പറഞ്ഞു ഇതുപോലെ ഒരു സ്കൂളിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവർ, മാം പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ഇത് നമുക്ക് വേണ്ട. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി എടുത്തു പറയുന്നില്ല. എങ്കിലും മാം പറഞ്ഞ ഓരോ പോയിന്റുകളും, അപ്പൊ അത് സെൽഫ് ലവ് ഉള്ളവർക്ക് മാത്രമേ അത് അത്രയും കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുള്ളൂ. മാമിന്റെ സംസാരത്തിൽ നിന്നും പല കാര്യങ്ങളും എനിക്ക് പിടിയിട്ടിട്ടുണ്ട്. അതായത് സ്കൂളിൽ പോയപ്പോ സംസാരിച്ച കാര്യം പറഞ്ഞു. പലരും ഞാൻ എന്ത് വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ മാം അത് ആ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്ക് തനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തി കൊടുത്തു. അതും ഈ സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇറക്കി പിടിച്ച് മസിൽ പിടിച്ച് നടന്നിട്ട് അതൊന്നും കാര്യമില്ല. വളരെ കുറച്ച് നാൾ മാത്രമേ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹം പകർത്ത് നൽകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്താൻ, നമ്മുടെ ആ ഒരു എല്ലാ രീതിയിലും ശാക്തീകരിക്കപ്പെടാൻ, അതാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അത് ലൈഫില് അത്തരം ക്ലാസ്സുകൾ കേട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിച്ച ആൾക്കാരാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഇതൊക്കെ പാകപ്പെടുത്തി എടുക്കാനായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഓരോരുത്തരായിട്ട് പറയുക. ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ട്. ഓരോരുത്തരായിട്ട് വന്നോളൂ, സംസാരിച്ചോളൂ. ഹായ് മാം, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാൻ കുറച്ചൊരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഞാൻ സുഹൈനയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെഷൻ എടുത്ത്, അവരും ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണ്. എങ്കിലും എനിക്ക് അവരുടെ ടോക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചാൻസ് കിട്ടിയ സമയത്ത് പെട്ടെന്ന് തന്നെ നോ പറയാതെ യെസ് പറഞ്ഞിട്ട് വന്നിട്ടുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് സെഷന്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു ഞാനൊരു വീട്ടമ്മയാണ്, എന്നിട്ട് പോലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടമ്മക്ക് ഒരിക്കലും ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി അവർ ഫോർവേഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന് എടുത്ത ടോപ്പിക്കിന്റെ ബേസിൽ ഒരു സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും അടിപൊളിയായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവർക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നുണ്ട്. മുന്തസ് മാം, വെരി വെരി പവർഫുൾ സെഷൻ. എനിവേ, താങ്ക് യു. സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി ആളെ കാണുന്നതിന് മുന്നേ ആരാന്ന്. താങ്ക് യു. സുഹൈന മാമിന്റെ ശബ്ദം കൊണ്ട് ആദ്യം പരിചയം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു മാമാണ് എടുത്തത്. അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ സുഹൈന മാമാണ് എടുത്തത്. അപ്പൊ നമുക്ക് പാരന്റിങ് സെക്ഷൻ തന്നെ 3-4 ആവർത്തി നമ്മൾ എടുത്തു. പക്ഷെ എത്ര എടുത്താലും തീരാത്തൊരു സംഭവമാണ് പാരന്റിങ് ക്ലാസ്.
അതെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. മാഷാ അല്ലാഹ് സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. നമ്മള് നമ്മെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുത്. അതെ നമ്മള് അവസരം കിട്ടുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഇറങ്ങിച്ചാടി അതിലേക്ക് പ്രവർത്തിക്കുക. നമുക്ക് എല്ലാ കഴിവും ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ കഴിയൂല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ബാക്കി കഴിവുകൾ നമുക്ക് അങ്ങ് കിട്ടുമോ. ഓരോന്നിലേക്ക് നമ്മൾ ഇറങ്ങുക. എല്ലാം ഒത്തിണങ്ങി വന്ന് എല്ലാം പഠിച്ച് റെഡി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ വീട്ടമ്മമാരായ നമുക്ക് അത്രേ കഴിയൂ. പിന്നെ ഇറങ്ങി സംസാരിച്ച് ബാക്കിയൊക്കെ ആവും. അൽഹംദുലില്ലാ സൂപ്പർ ക്ലാസ് ആയിട്ടുണ്ട്. ഇത്രത്തോളം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ സേവനെ കണ്ട സമയത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് അല്ലേ, പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് കിട്ടിയത്. അൽഹംദുലില്ലാ. ഞാനൊരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അതുപോലെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം നിർബന്ധം. അവിടുന്ന് ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കുട്ടീനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അവിടുന്ന് കേട്ടോണ്ടിരുന്നതാ. ലക്ഷ്യം ഉണ്ടായ അവിടെ എത്തല്ലോ. അൽഹംദുലില്ലാ കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായ അവിടെ എത്തും പറയാം. കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരുങ്ങി മോളടുത്ത് മോളെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്. മോനായിട്ട് ബാക്കിലോട്ട് വന്നു. കാരണം അവിടെ നിന്നൊന്നും വെയിറ്റിംഗിലാണ് ഒരുപാട് ആൾ. അവിടെ നിന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബാക്കിലോട്ട് പോന്നിട്ട് ഹെഡ്സെറ്റ് എടുക്കാൻ എന്നോട് വിട്ടുപോയി. ബാക്ക് ഭാഗത്ത് അൽഹംദുലില്ലാ സൂപ്പറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഓക്കെ. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ പിങ്ക് ഹബിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ പിങ്ക് ഹബിന്റെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുകയാണെങ്കിൽ അതിലൂടെ ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്തായാലും ഒരുപാട് സ്ത്രീകളുള്ള സ്ഥിതിക്ക് ജസ്റ്റ് അതിനെപ്പറ്റി ഇവിടെ ഒന്ന് പറയാം. അതായത് നമ്മുടെ ഈ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്യുക, അതുപോലെ ഫൈബ്രോയിഡ്, PCOD, അങ്ങനെ തുടങ്ങി സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന നാപ്കിനാണ്. പക്ഷെ നമ്മുടെ നാപ്കിൻ ഇവിടെ വളരെ നല്ല 4 ഐറ്റം പ്രോഡക്ട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ വയറ് വേദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാപ്കിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആനയോൺ എന്ന് പറഞ്ഞിട്ട്. 4 ഐറ്റം പാഡുകളും അതുപോലെ ഒരു മെഡിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷേവിംഗ് സെറ്റാണ് വരുന്നത്. അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇത് പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് അത് അതിന്റെ ഒരു ഫീഡ്ബാക്ക്, അവരുടെ സ്വന്തം ഫീഡ്ബാക്ക് ആണ് അവര് ഒരു ബിസിനസ് ആക്കി മാറ്റുന്നത്. അതായത് ഒരു അഡ്വർടൈസ്മെന്റ് അവരുടെ സ്വന്തം അനുഭവമാണ്. അല്ലാതെ ഇവിടെ നമ്മൾ മോഡലിനെ വെച്ചൊന്നും ഒരു പരസ്യങ്ങളും കൊടുക്കുന്നില്ല. നാപ്കിന്റെ വിശേഷണങ്ങൾ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോഡക്റ്റ് ഫിലോസഫി എന്താണ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു കൂട്ടം സ്ത്രീകളിലേക്ക് നമ്മൾ ഇത് എത്തിക്കുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കണമെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീക്ക് ഒരു താങ്ങും തണലുമാണ് നമ്മുടെ ഈ പിങ്ക് ജോബ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി. പിന്നെ ഈ 4 ഐറ്റം പാഡുകൾ മാത്രമല്ല, അതിന്റെ കൂടെ ഒരു മെഡിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് കൂടെ വരുന്നുണ്ട്. ഒരു ഷേവിംഗ് സെറ്റ് ആണ്. കുഞ്ഞു മക്കൾക്കായാലും, അതായത് ഹെയർ ഗ്രോത്ത് തുടങ്ങിയ മക്കൾക്ക് പോലും 40 ദിവസത്തിനകം ഹെയർ റിമൂവ് ചെയ്യണമെന്നാണ് ഗുഹ്യഭാഗങ്ങളിൽ. അപ്പോ അതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്, അല്ലാതെ തന്നെ വേറെ പല രീതികളും അതിനകത്തുണ്ട്, അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വേറെ ചൊറിച്ചിലോ അലർജിയോ അങ്ങനെയുള്ള ഒരു കേസസും വരത്തില്ല. എന്റെ മോൾക്ക് ഇപ്പൊ 15 വയസ്സായിട്ടുണ്ട്. എന്റെ മോൾ ഇതിലുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകൾ, വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മുടെ ചൂട് രക്തം കൂടി ഇതാവുമ്പോൾ മിക്സ് ആവുമ്പോൾ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ രൂപപ്പെടും. ഇത് സെർവിക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസുകളിൽ ഒരെണ്ണം അതാണ് ഒരു കാരണം. രണ്ടാമത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയി മാറിയിരിക്കുകയാണ് ഇന്ന് യൂട്രസ് റിമൂവ് പോലെ ഉള്ള വലിയ വലിയ അസുഖങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു പാഡ് വളരെ സുരക്ഷിതമാണ്. പിന്നെ ഓരോരുത്തരെയും എനിക്ക് അറിയില്ല, നിങ്ങൾ എന്തായാലും ഇത് സാമ്പിൾ പാക്കറ്റ് ഇത് മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഇത് നിങ്ങൾക്ക് ബിസിനസ് ആക്കി മാറ്റാം. അതല്ലെങ്കിൽ ബിസിനസ് അല്ല, കസ്റ്റമർ ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊക്കെ വളരെ സാറ്റിസ്ഫൈഡോട് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം നമ്മുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് നമ്മുടെ പിങ്ക് ജോബിലെ ഈ പ്രോഡക്റ്റും അതുപോലുള്ള ഇത്തരം ക്ലാസ്സുകളും.
അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇപ്പൊ നബില മാമിന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് മുംതാസ് മാം എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തോ കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഇതുപോലെ ട്രെയിനേഴ്സ് ഉണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും. നിങ്ങൾക്കും ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കാൻ ഒരു അവസരം കൂടിയാണിത്. അത് എല്ലാ തരത്തിലും നമ്മൾ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്, അവരുടെ കഴിവുകളെ. അതുപോലെ എല്ലാ തരത്തിലും അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും മുറുക്കി പിടിച്ച് വീടിനകത്ത് ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതുപോലെ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇരുന്ന് സംസാരിക്കുക, ഇന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് കിട്ടിക്കാണും ഈ ഒരു ക്ലാസ്സിലൂടെ. ഇപ്പൊ മാമിന് അതിനേക്കാളും കിട്ടിക്കാണും, നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഇത്തരം വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എനിവേ, ഞാനും ഹീലിംഗ് സോണിലുണ്ട്. അപ്പോ സുഹൈന മാമിനെ എനിക്ക് നല്ല പരിചയമുണ്ട്, ശബ്ദത്തിലൂടെ പരിചയമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് നേരിട്ട് കണ്ടത്. ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് എല്ലാവരും സ്പെഷ്യലാണ്. എല്ലാവരും ഉണ്ട്. പലരും വീട്ടമ്മമാരായതുകൊണ്ട് തന്നെ പലരും പല തിരക്കുകളിൽ പെട്ടവരാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് ഇതിന്. എന്തായാലും എല്ലാവരും ആ ഒരു പിങ്ക് ഹബിന്റെ ഇത് പിന്നെ നമ്മൾ മുംതാസ് മാമിന് അയച്ചു കൊടുക്കുക. അപ്പം മുംതാസ് മാം മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക. സ്ത്രീകളെയൊക്കെ ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുക. നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഏണിങ്സ്, അത് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് കടന്നു വരാം. എന്തായാലും മുംതാസ് മാമിന്റെ ക്ലാസ്സിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ല ക്ലാസ് ആയിരുന്നു. അതായത് ആ ഒരു ഒഴുക്ക്, ആ സംസാരത്തിന്റെ ഒഴുക്ക്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പൊ പലരും, ഞാനൊക്കെ തന്നെ നമ്മള് സംസാരിച്ച നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ നമുക്ക് പറയുന്ന വാക്കുകളൊക്കെ അങ്ങ് മറന്നു പോകും, വിക്ക് വരും, പിന്നെ എന്നൊക്കെ ഉള്ള കുറെ അപസ്വരങ്ങളൊക്കെ വരും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നല്ല മാഷാഅല്ലാ, അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്തായാലും അങ്ങനെ അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. പല വീട്ടമ്മമാരും നന്നായിട്ട് സംസാരിക്കും, അയൽക്കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നൊക്കെ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ഇതുപോലൊരു ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതൊരു സ്കില്ലാണ്. അത് ചിലർക്ക് ജന്മനാ കിട്ടും, ചിലരത് ഇതുപോലെ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതായിരിക്കും. എനിവേ, മുംതാസ് മാമിന് എന്തായാലും സ്പെഷ്യൽ താങ്ക്സ്. ഹലോ, പറഞ്ഞോളൂ. ഹീലിംഗ് സോൺ സ്കില്ല് കിട്ടിയത് പറയാം, ഡിസ്കഷൻ ഗ്രൂപ്പില് അങ്ങനെ സ്കില്ല് കഴിവൊക്കെ കണ്ടെത്തിയത് ഹീലിംഗ് സോണിലാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയത് തന്നെ. കാരണം നമുക്കൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ പക്ഷെ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് തെളിയിച്ചത് ഹീലിംഗ് സോണാണ്. അതിന് മാത്രം കടപ്പാടും നന്ദി ഹീലിംഗ് സോണിന് ഉണ്ട്. കാരണം നമുക്ക് അറിയുന്നത് കൊണ്ട് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഫീഡ്ബാക്ക് പറയാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. റേഞ്ചിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ട് ആവുന്നുണ്ട്. പിന്നെ മുംതാസ് മാമിന് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. കാരണം നമ്മൾ എല്ലാ ഫാക്കൽറ്റീസിനെയും പ്രിപ്പയർ ചെയ്യാറ് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ അവരടുത്ത് പറയും, ക്ലാസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ പ്രിപ്പയർ ആവണം, എന്താണ് ടോപ്പിക് എന്നൊക്കെ. ഇന്ന് രാവിലെയാണ് മറ്റേ മാമിന് ചെറിയൊരു അസുഖം എന്ന് പറഞ്ഞിട്ട് അവര് മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷമാണ് മുംതാസ് മാം ഞാൻ ഓക്കെ എന്ന് പറയുന്നത്. അപ്പൊ മുംതാസ് മാമിന് എവിടെയും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. കാരണം എവിടെയാണെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഇതില് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും നല്ല രീതിയിൽ അതെ 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 ഈ ഒരു കഴിവ് നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം. നമ്മൾ തന്നെ ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തരും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത്. പിങ്ക് ജോബ് എന്ന് പറയുന്നത് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ പറയാം. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ കൊറോണന്റെ ടൈമില്. നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ഒന്ന് റണ്ണായി വരുമ്പോഴാണ് കൊറോണ വന്ന് മൊത്തം ലോക്ക് ആകുന്നത്. ആ ഒരു സമയത്ത് ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് മുന്നിലാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് എന്റെ മനസ്സിലൊരു ആശയം വന്നത്. ആ ഒരു സമയത്ത് ഹസ്ബൻഡ് പറയുന്നത്, നീ വിചാരിക്കും പോലെ ആ രീതിയിലൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹീലിംഗ് സോണിലും സാറിന്റെ സപ്പോർട്ടാണ് ഇതിന്റെ മുന്നിൽ ഇത്രയും ഒരു വിജയത്തിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. സാറ് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എനിക്ക് കാരണം ഒരു പ്ലാറ്റ്ഫോം ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്മള് ഈ കൊറോണയുടെ സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് സാറിന് എനിക്ക് അധികം പരിചയമൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാറിന് എനിക്ക് അധികം പരിചയമൊന്നുമില്ല, എന്നാലും എന്റെ പ്രശ്നം ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഞാൻ സാറിന് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഈ ഒരു വിഷയം സാറ് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഹയറാണ്, പിന്നെ എന്തായാലും പാർട്ട്നേഴ്സ് തമ്മിലുള്ള വിഷയമോ അങ്ങനെ എന്തോ ഒന്നാണ്. ഇപ്പൊ ഞാൻ ഇന്ന് എന്തോ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ സാറിന് ഓർത്തിട്ടുണ്ട്, അത് അന്ന് ആ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കരുതും ഓക്കെ അന്ന് അത് സംഭവിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് ഈ ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഇന്നിപ്പോ മറ്റേ മാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് മുംതാസ് മാമിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല. അതേപോലെ അടുത്ത 3 വീക്കിലേക്ക് ആള് ബുക്ക് ആയിട്ടുണ്ട്, അതൊന്നും കഴിയില്ല. ഫസ്റ്റിന മാം വന്നു, ക്ലാസ് എടുത്തു, അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞ് ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകും. ഇത് ശരിക്കും ഒരു ഡൈവേർട്ട്. മാമിന് എന്തോ ബൈ ചാൻസ് തലവേദന അങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, എങ്കിൽ ആ ഒരു സമയത്ത് നമ്മളൊന്ന് സ്റ്റെക്കായി. കാരണം ഈ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നത്തെ ഈ ഒരു സമയം കൊണ്ട് ഒരാളെ എങ്ങനെ കണ്ടെത്താൻ കഴിയും, പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ഓരോരോ പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇത്രയും സമയം നമുക്ക് ക്ലാസ് എടുത്ത് തന്നതിനും നമ്മൾ കേട്ടിരുന്നവർക്കൊക്കെ ഒരു പിങ്ക് ജോബിന്റെ പേരിലും കമ്പനിയുടെ പേരിലും ഞാനൊരു താങ്ക്സ് പറയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിയാണ് നബില മാം പറഞ്ഞത്. മറ്റേ മാം തലവേദനയാണ്, എന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. ഞാനും കുറെ പേരെ വിളിച്ചു, നമുക്ക് അറിയുന്നവരൊക്കെ വിളിച്ചു. പെട്ടെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രിപ്പയർഡ് അല്ല എന്ന് പറയും, രണ്ടാമത് അവരൊക്കെ പല തിരക്കുകളിലായവരാണ്. അപ്പോ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു. അവര് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇതിപ്പോ നമ്മള് കൊണ്ടുവന്ന ടോപ്പിക്കാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് കിട്ടിയ ഒരു അവസരം. പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്റെ എക്സ്പീരിയൻസിലാണ്ട് കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി അറിയാം. കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്രിപ്പയർ ചെയ്ത് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ ആ സമയമാകുമ്പോ. ഒന്ന് ടെൻഷന് സമയം കിട്ടിയില്ല. കാരണം ആ ടെൻഷൻ ഒന്ന് മാറിക്കോട്ടെ, കോൺഫിഡൻസ് കൂടിക്കോട്ടെ. നമ്മൾ ഉരുൾപൊട്ടലിന്റെ ടെൻഷൻ അല്ലാതെ ഉണ്ടല്ലോ. അപ്പൊ സെൽഫ് ലെവലിൽ കൂടെ അത് പുറത്ത് ചാടിക്കാൻ. അതാണ്. അപ്പോ നമ്മള് പെട്ടെന്ന് കിട്ടിയ ഒരു ഇതാണ്. എനിക്കും പരിചയമില്ല, നബില മാമിന്റെ കെയർ ഓഫിലാണ് മുംതാസ് മാം വന്നത്. എന്തായാലും എനിക്കും പരിചയപ്പെടാൻ കഴിഞ്ഞു. അതാണ് നമ്മള് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ടെൻഷനായി പലരെയും വിളിച്ചു. കാരണം നമ്മൾ ഔട്ട് ചെയ്തു പോയല്ലോ. അപ്പോ നമ്മൾക്ക് പ്രോഗ്രാം നടത്തണം, ആളിനെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ നല്ല ടെൻഷനാണ്, പലരെയും വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നീട് നബില മാം പറഞ്ഞ ഇതുപോലെ മുംതാസ് മാം വരുന്നുണ്ട്, മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാന് എന്തായാലും കിട്ടിയ ആളിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങ് നടത്തുമായിരുന്നു. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. എന്തായാലും താങ്ക്സ്. ഇനിയും നമ്മൾ നിങ്ങളുടെ സേവനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ വന്ന എല്ലാവരെയും നമ്മുടെ പിങ്ക് ഹബിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാം.